Hi friends, I am Joy Telagadan. My YouTube channel name Joy's Kitchen. ഇന്ന് ഒരു നാടൻ അച്ചിങ്ങ തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 കിലോ നാടൻ അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാനത് ഇന്ന് നാടൻ സ്റ്റൈലിൽ അച്ചിങ്ങ തോരൻ ഉണ്ടാക്കാം. അച്ചിങ്ങ ഞാൻ കഴുകി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അരിഞ്ഞെടുത്തിട്ട് ഞാനിത് ഒരു ചെറിയ പാനിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഉള്ളി മുളക് മൂപ്പിച്ചൊക്കെ എടുത്ത് അതിനകത്ത് എടുക്കുമ്പോൾ അധികമായിട്ട് വേവില്ല. അപ്പം ഇതേപോലെ എടുക്കാം. ഞാൻ അതിനകത്തേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനിത് തോരനുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കടുക് ഫസ്റ്റിൽ ആഡ് ചെയ്യാണ്. അതുപോലെ ഇതിനകത്തേക്ക് ഞാൻ ഇതേപോലെ ചതച്ച് വെച്ച ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൊലിയോട് കൂടി ചതച്ചതാണ് ഒരു 8 അല്ലി വെളുത്തുള്ളി. കാരണം തൊലി നല്ലതാണ്. നിങ്ങൾക്ക് തൊലി താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. തൊലി കളഞ്ഞിട്ട് ഇട്ടാൽ മതി. ഞാൻ ചതച്ചെടുത്തതാണ്. അതേപോലെ തന്നെ ഞാനൊരു റെഡ് ഓണിയൻ വലുത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഓണിയനൊക്കെ എളുപ്പം കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യാണ്. ഓൾറെഡി 1/2 സ്പൂൺ ഞാൻ അച്ചിങ്ങ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് അതിനകത്ത് ബോയിൽ ചെയ്യാൻ വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഉണക്കമുളക് ഞാൻ ഇതേപോലെ ഡ്രൈ ചില്ലി കണ്ടിച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ചില്ലി, ഉണക്കമുളക് 2 എണ്ണം വലുത്, അതേപോലെ 8 അല്ലി വെളുത്തുള്ളി, ഗാർലിക്ക്, ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തത്, പിന്നെ വേപ്പില, കറി ലീഫ്. ഓണിയനൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് കുക്ക് ചെയ്യാൻ പാൻ യൂസ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ പാൻ വച്ചിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കടുക് കുഴപ്പമില്ല, ഇതൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓണിയനൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി ആണ് ആഡ് ചെയ്യുന്നത്. 1/2 സ്പൂണ് കുറുക്കും മഞ്ഞൾപ്പൊടി, ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഞാനിതിനകത്ത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തേക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് അതിൻ്റെ രീതി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. നിങ്ങൾക്കൊരു അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതേപോലെ സാൾട്ടും ചില്ലിയും ഇതെല്ലാം ഇതേപോലെ തന്നെ ആഡ് ചെയ്യാം. ചിലർക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യാം. നോർമലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന അച്ചിങ്ങ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്, ബോയിലായിട്ടുണ്ട്. ഇത് ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് അച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പൊടിക്ക് ഇതിൻ്റെ അകത്ത് ബോയിൽ ചെയ്ത വാട്ടർ കൂടെ ആഡ് ചെയ്തേക്കണേ. പക്ഷെ കുറച്ച് ഞാൻ ഊറ്റി കളഞ്ഞായിരുന്നു.
കാരണം ഇതിനകത്ത് കിടന്നതൊന്ന് റെഡിയായി വരുമ്പോൾ ഓക്കെ ആയിക്കോളും. തീരെ ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ ആ മസാല കിടന്നിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. കുറച്ചതിന് ശേഷം ഇത് റെഡി ആയിക്കോളും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി ഇങ്ങനെ എടുത്താൽ മതി. എന്താ അച്ചിങ്ങത്തോരൻ്റെ വെള്ളമൊക്കെ എല്ലാം നല്ലോണം വരട്ടി. അപ്പം ഇത് അടിയിൽ ഇതിൻ്റെ മസാല പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു ചുമയൊക്കെ വരില്ല നമുക്ക് അത് മൂപ്പിക്കുമ്പോൾ. അപ്പോൾ അത് ഇല്ലാതിരിക്കും ഒരു പൊടിക്ക് വെള്ളത്തോടുകൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് വേണ്ട വെള്ളമൊക്കെ ശരിക്കും വറ്റി. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ ആ വെള്ളം പറ്റാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കിട്ടും. വേണ്ട റെഡി ആയിരിക്കുകയാണ്, ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഫോളോ ഒക്കെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന അഭിപ്രായങ്ങളൊക്കെ പറയണം. വേണ്ട അതിങ്ങനെ റെഡിയാക്കി. ഇതിപ്പോൾ നാടൻ അച്ചിങ്ങ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ഐറ്റംസ് ആണല്ലോ. ചോറിനോടെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണല്ലോ. അങ്ങനെ അച്ചിങ്ങ തോരൻ, നാടൻ അച്ചിങ്ങ തോരൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങളെ അറിയിക്കണം. നിങ്ങൾ ചാനൽ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.